പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ നൈനാർ പതികം ഒന്നാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ജ്ഞാനോദയമേ ഞാതുരുവേ നാമാതിയില്ല നർക്കതിയേ യാനോ നീയോ ആദിപരം യാതായി വിടുമോ പേജായേ തേനാർത്തില്ലേ ചീരടിയാർ തേടും നാടാമരുമാനോർ കോനെ മാന്നേർ വിരിപാകം കൊണ്ടായി നൈനാർ നായകമേ. ആദ്യമായി നമുക്ക് ഇതിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ജ്ഞാനോദയമേ, ജ്ഞാനോദയമേ, അറിവിൻ്റെ ഉദയമേ, ജ്ഞാതുരുവേ, ജ്ഞാനസ്വരൂപമേ, നാമാദി ഇലാ, നാമാദികളില്ലാത്ത നർക്കതിയെ, നൽ കതിയെ, സദ്ഗതിയെ, യാനോ നീയോ ആദിപരം, ഞാനാണോ നീയാണോ ആദിമമായ പരംപൊരുൾ, പേജായെ യാതായി വിടുമോ, വാക്കുകളിലൂടെ വ്യക്തമാക്കി തരുമോ, പറഞ്ഞ് മനസ്സിലാക്കി തരുമോ, യാതായി, യാത് ആയി, യാതൊന്നാണെന്ന് തേനാർത്തിലെ ചിദാകാശത്തിൽ ചീരടിയാർ തേടും, ജ്ഞാനം ചീർത്ത് ഭക്തി മുഴുത്തവർ തേടുന്ന, അതായത് മഹാജ്ഞാനികളായ ഭക്തന്മാർ തേടുന്ന നാടാം അരുമാനൂർ കോനെ, നാടായ അരുമാനൂരിലെ നായകനെ, മാൻ നേർ വിഴി, മാൻ നേർ വിഴി, മാൻ നേർ മിഴിയാളായ പാർവതി, പാകം കൊണ്ടായി പങ്കിട്ടെടുത്ത, മേനി പങ്കിട്ടെടുത്ത് നിലയിൽ വിരാജിക്കുന്നവനെ, അതായത് അർദ്ധനാരീശ്വരനെ, നൈനാർ നായകമേ. നൈനാർ കോവിലിലെ ദേവ എന്നും ദേവനായക എന്നും ദേവദേവ എന്നുമൊക്കെ ഈ പദത്തിനർത്ഥം പറയാം. നൈനാർ നായകമേ എന്നുള്ള ആ സംബോധനാ രൂപത്തിലുള്ള പദത്തിന്. ഈ പാടലിൻ്റെ വാച്യാർത്ഥം നമുക്കിങ്ങനെ സംക്ഷേപിച്ചു പറയാം. ചിദംബരനായും ജ്ഞാനസ്വരൂപനായും വിരാജിക്കുന്നവനായി പരമജ്ഞാനികളാൽ ദർശിക്കപ്പെട്ടവനും അരുമാനൂർ നാട്ടിലെ നായകനായി കുടികൊള്ളുന്നവനുമായ ഭഗവാനെ അറിവിൻ്റെ ഉദയമായും ഉറവിടമായും നാമരൂപാദികളില്ലാത്ത സദ്ഗതിയായും വിരാജിക്കുന്ന ഭഗവാനെ, ആദിമമായ പരമസത്യം ഞാനോ അതോ നീയോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നീ തന്നെ പറഞ്ഞു തരില്ലേ? അറിവിൻ്റെ ഉദയമായും ഉറവയായും നാമരൂപാതിരഹിതമായ സദ്ഗതിയായും ശിവനെ സംബോധന ചെയ്തുകൊണ്ടാണ് ഈ പദ്യം സമാരംഭിക്കുന്നത്. അനാദിയായ കാലത്തിൻ്റെ അനന്തമായ പ്രയാണത്തെയാണ് ഗതി എന്ന പദം ദ്യോതിപ്പിക്കുന്നത്. ജഗദാധാരമൂലമായ പരംപൊരുളിനെ സത്ത് എന്ന പദം കൊണ്ടും ദ്യോതിപ്പിച്ചിരിക്കുന്നു. ആദിമധ്യാന്തവിഹീനമായ പരമ്പൊരുളേ എന്ന് തന്നെയാണ് ഇവിടെ ശിവനെ സംബോധന ചെയ്തിരിക്കുന്നത്. തുടർന്ന് യാനോ നീയോ ആദിപരം യാതായി വിടുമോ പേജായേ എന്ന ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഭഗവാനെ, ആദിമമായ പരമസത്യം നീയാണോ അതോ ഞാനാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നീ തന്നെ പറഞ്ഞു തരില്ലേ? ഇതാണ് ഗുരുവിൻ്റെ ആത്മകഥ രൂപേണയുള്ള ചോദ്യങ്ങൾ. ധ്യാനോപനിഷത്തുക്കളിലെ സത്യാന്വേഷണ മാതൃകയോട് സാദൃശ്യം പുലർത്തുന്ന ഒരു പാടലാണിത്. ഭാരതീയ ഋഷീശ്വരന്മാർ
സത്യാന്വേഷണത്തിനായി 2 വ്യത്യസ്ത ചിന്താ പദ്ധതികളാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അവനവനിൽ നിന്നും ആരംഭിച്ച് വിശ്വം മുഴുവൻ നിറഞ്ഞു വിരാജിക്കുന്ന പരമ്പൊരുളിൽ ചെന്നെത്തുന്ന ആരോഹണക്രമത്തിലുള്ള ചിന്താപദ്ധതിയാണ് അതിലൊന്ന്. ഇതിനു നേർ വിപരീതമാണ് രണ്ടാമത്തെ ചിന്താപദ്ധതി. സമഷ്ടിതലത്തിൽ നിന്ന് തുടങ്ങി വ്യഷ്ടിതലത്തിലേക്ക് അന്വേഷണം കൊണ്ടെത്തിക്കുന്ന അവരോഹണക്രമമാണ് അവിടെ അവലംബിക്കപ്പെടുന്നത്. ഈ 2 മാതൃകകളിൽ ഏതു മാതൃകയാണ് ശിവസായുജ്യ പദപ്രാപ്തി നേടിയെടുക്കാനായി തിരഞ്ഞെടുക്കേണ്ടത് എന്ന ഗുരുവിൻ്റെ ആത്മഗതമാണ് ശിവനോടുള്ള ചോദ്യരൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. തേനാർത്തില്ലൈ ചീരടിയാർ തേടും നാടാം അരുമാനൂർ കോനേ എന്ന സംബോധനയിലൂടെ വിഗ്രഹാരാധനയുടെ പൊരുളിലേക്കാണ് വിരൽ ചൂണ്ടപ്പെട്ടിരിക്കുന്നത്. പരമജ്ഞാനികളായ ശിവയോഗികൾ ചിദംബരമൂർത്തിയായിട്ടാണ് ശിവനെ ദർശിച്ചു വാഴ്ത്തുന്നത്. നിർഗുണ പരബ്രഹ്മമായും ചിദാകാശത്തിൽ കുടികൊള്ളുന്ന പരംപൊരുളായും പരമജ്ഞന്മാർ ഭാവന ചെയ്യുന്ന ശിവനെ അരുമാനൂരിലെ നൈനാർ കോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ട പ്രാദേശിക വിഗ്രഹമൂർത്തിയായി ഭാവന ചെയ്യുന്നതിൽ യുക്തിഭംഗം സംഭവിക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഈ വരികളിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അരുമാനൂർ എന്ന സ്ഥലനാമത്തിന് അരുമയായ ഊര് എന്ന അർത്ഥവും യോജിക്കുന്നത് തന്നെ. പ്രിയപ്പെട്ട ദേശമെന്നാണ് അരുമാനൂർ അഥവാ അരുമയായ ഊര് എന്ന സ്ഥലനാമത്തിൻ്റെ വാഗർത്ഥം. പരിശുദ്ധമായ ജ്ഞാനത്തിനും അപ്പുറത്ത് പ്രിയപ്പെട്ടതായി യാതൊന്നുമില്ല. സർവമംഗളകരനും സൃഷ്ടിന്മുഖ സംഹാരമൂർത്തിയുമായ ശിവനെ ദേവദേവനായിട്ടാണ് പരമജ്ഞാനികൾ വാഴ്ത്തുന്നത്. അങ്ങനെയുള്ള ശിവൻ ഏതു രൂപത്തിൽ എവിടെ ഇരുന്നാലും ആ സ്ഥലം അരുമയായ ഊരായി സ്വയം പരിണാമപ്പെടുക തന്നെ ചെയ്യും. കോലതീരശസ്തവത്തിൽ ഗുരുദേവൻ ശിവനെ കോലങ്ങൾ അധിവസിക്കുന്ന കരയിൽ വാണരുളുന്ന മഹാദേവനായിട്ടാണ് വാഴ്ത്തിയിരിക്കുന്നത്. ശൈവസിദ്ധാന്തമനുസരിച്ച് സർവ്വജീവജാലങ്ങളും പശുക്കളാണ്. ശിവൻ സർവരക്ഷകനായ പശുപതി. അങ്ങനെയുള്ള ശിവൻ തന്നെയാണ് അരുമാനൂരിലെ നൈനാർ കോവിലിലെയും പ്രതിഷ്ഠാമൂർത്തി. ആ പ്രതിഷ്ഠയിൽ പരമശിവപ്രഭാവം പൂർണ്ണതയോടുകൂടി വർത്തിക്കുന്നു എന്നാണ് തേനാർത്തില്ലൈ ചീരടിയാർ തേടും നാടാം അരുമാനൂർ കോനേ എന്ന സ്തുതിയിലൂടെ ഗുരു സമർത്ഥിച്ചിരിക്കുന്നത്. ചിദംബരനായി പരമജ്ഞന്മാർ ദർശിച്ച ശിവനും നൈനാർ കോവിലിലെ വിഗ്രഹത്തിൽ കുടികൊള്ളുന്നതായി ഭാവന ചെയ്യപ്പെടുന്ന ശിവനും രണ്ടല്ല എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ. വിഗ്രഹാരാധനയ്ക്കു പിന്നിലെ ദാർശനിക യുക്തി മനനം ചെയ്തറിയണമെന്ന ആഹ്വാനവും പരോക്ഷമായി ഈ പാടലിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് സാരം. ഗുരുദേവകൃതങ്ങളായ സ്തോത്രകൃതികളിലെല്ലാം വിഗ്രഹങ്ങളെ ഇഴപിരിച്ചു മനനം ചെയ്യുന്ന മാതൃക ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കൃതിയിലും അത് പ്രകടമാണ്. മാന്നേർ വിഴി പാകം കൊണ്ടായി നൈനാർ നായകമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൃതി ഈ പാടൽ ഉപസംഹരിച്ചിരിക്കുന്നത്. മാന്നേർ വിഴി എന്ന പദത്തിൻ്റെ വാഗർത്ഥം മാനിൻ്റേതുപോലെ വിടർന്ന കണ്ണുകളോടുകൂടിയവൾ എന്നാണ്. പാകം കൊണ്ടായി എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം പങ്കിട്ടു വിരാജിക്കുന്നവൾ എന്നു. ശിവന്റെ അർദ്ധനാരീശ്വര ഭാവസ്വരൂപമാണ് ഇവിടെ വാഴ്ത്തപ്പെട്ടിരിക്കുന്നത്. അർദ്ധനാരീശ്വരൻ്റെ ഒരു കണ്ണ് പാതി അടഞ്ഞ നിലയിലും ഒരു കണ്ണ് വിടർന്നതുമാണ്. വിടർന്ന കണ്ണ് ബാഹ്യനേത്ര പ്രതീകവും പാതി അടഞ്ഞ നിലയിലുള്ള കണ്ണ് അന്തർനേത്ര പ്രതീകവുമാണ്. ഒരേ സമയം ബഹിർമുഖനായും അന്തർമുഖനായും വിരാജിക്കുന്ന പരബ്രഹ്മസ്വരൂപതയുടെ കാവ്യബിംബമാണ് അർദ്ധനാരീശ്വരനിലൂടെ പ്രതീകവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത്. മേൽപ്രകാരമെല്ലാമുള്ള ശിവനാണ് അരുമാനൂർ നാടിൻ്റെ നായകനായി പ്രാദേശിക ഭാവം പൂണ്ട് നൈനാർ കോവിലിലെ വിഗ്രഹത്തിൽ കുടികൊള്ളുന്നത്
എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാനിൻ്റെ കണ്ണ് ദർശനവ്യാപ്തിയുടെയും സൂക്ഷ്മാവലോകനത്തിൻ്റെയും പ്രതീക സൂചകമാണ്. ബാഹ്യദർശനവും അന്തർദർശനവും സമന്വയിക്കുന്ന ദൃക്വിലാസത്തെയാണ് മാന്നേർ മിഴിയാളായ പാർവതിയുടെയും അർദ്ധനിമീലിത നേത്രനായ യോഗീശ്വരൻ കൂടിയായ ശിവന്റെയും സമന്വയമായ അർദ്ധനാരീശ്വരൻ്റെ ദൃക്വിലാസപ്രഭയായി ഭാവന ചെയ്തിരിക്കുന്നത്. നൈനാർ നായകമേ എന്ന സംബോധന സർവജ്ഞനായ പരബ്രഹ്മമൂർത്തേ എന്നർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.